ഷമീനി, നമുക്ക് ഈ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം വലിയ വിവാദമുണ്ടായതും അറസ്റ്റും ഒക്കെ നമ്മൾ കണ്ടു. ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന് നോക്കിയാലോ അല്ലേ? തീർച്ചയായിട്ടും ഈ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം രാത്രി 11 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ അവിടെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്താപമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കൊരു മനസ്താപവും ഇല്ല എന്നായിരുന്നു. അതെ, എന്തായാലും ഇന്ന് ഹൈക്കോടതി പോലും ആ ഒരു ഉത്തരവും അദ്ദേഹത്തിൻ്റെ നേരത്തെ വീഡിയോ കാര്യങ്ങളുമൊക്കെ ഹൈക്കോടതിയും കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇന്ന് ജഡ്ജി പറഞ്ഞു, പൊതുവിടത്തിൽ നിങ്ങൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതൊരു ആശ്വാസകരമായ ഇടപെടലാണ് അല്ലെ ഇത്തരം കേസുകളിലൊക്കെ. എന്തായാലും ജാമ്യം കഴിഞ്ഞ ദിവസം നിഷേധിച്ചതിന് പിന്നാലെ വളരെ വേഗം തന്നെ വീണ്ടും ജാമ്യാപേക്ഷയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഈ നിലയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നേ ഇല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. മാത്രമല്ല, പൊതുവിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതിയുടെ മുന്നിൽ വരുന്ന പ്രതികളോടൊക്കെ ഒരേ സമീപനമാണ് കോടതിക്ക് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാദം. ഹർജി അടിയന്തരമായി പരിഗണിച്ച് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യവും ഈ കേസിലില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രതികൾക്കെല്ലാം തുല്യ പരിഗണന മാത്രമേ നൽകാനാവൂ എന്ന് കോടതി വ്യക്തമാക്കി. പൊതുവേദിയിൽ ഇത്തരം പരാമർശങ്ങൾ പാടില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ചോദ്യം. ഇനി ഇത്തരം നടപടികൾ ഉണ്ടാവില്ലെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഉറപ്പു നൽകിയെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. ഹൈക്കോടതിയിൽ നിന്നും അടിയന്തര ഇളവ് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ബോബി ജയിലിൽ തുടരണം. നിലവിൽ കാക്കനാട് ജയിലിൽ റിമാൻഡിലാണ് ബോബി ചെമ്മണ്ണൂർ. കൈരളി ന്യൂസ്, കൊച്ചി.